ആലപ്പുഴയില് KC വേണുഗോപാൽ, AM ആരിഫ് ആണ്. KC വേണുഗോപാൽ, AM ആരിഫ്, ശോഭാ സുരേന്ദ്രൻ. ഇതിനകത്ത് KC വേണുഗോപാലാണല്ലോ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് അല്ലേ? പിന്നെ എവിടെയാ? ആലത്തൂർ K രാധാകൃഷ്ണൻ, രമ്യ ഹരിദാസ്, വേറെ സരസ് വരാണ്ട്. ഇതിനകത്ത് K രാധാകൃഷ്ണൻ. പിന്നെ ആറ്റിങ്ങിൽ V ജോയോ, അടൂർ പ്രകാശ്. അയ്യോ, അടൂർ പ്രകാശ്. V മുരളീധരനോ? അതൊന്നും നടക്കത്തില്ല. ആറ്റിങ്ങല് അടൂർ പ്രകാശ് ഉണ്ടോ? അടൂർ പ്രകാശ് ആണല്ലോ. അടൂർ പ്രകാശ് അല്ലേ? ആ. പിന്നെ ആറ്റിങ്ങൽ വിടുന്നു ചാലക്കുടി ബെന്നി ബനാൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്. ചോദിക്കണ്ട, ശ്രീ രവീന്ദ്രനാഥ്. ഓക്കെ. പിന്നെ എറണാകുളം ഹൈബീഡൻ. വേറെ ആരുടെയും പേരൊന്നും വായിക്കുന്നില്ല. ഹൈബീഡൻ മാത്രമേ ജയിക്കത്തുള്ളൂ. ഇടുക്കി ഡീൻ കുര്യാക്കോസ്. അത് ഡീൻ കുര്യാക്കോസ് ആണ് അല്ലേ? ശരിയല്ലേ? ഇടുക്കി K സുധാകരൻ, C രഘുനാഥ്. കണ്ണൂര് അത് ഇച്ചിരി പ്രശ്നമാണല്ലോ. സുധാകരനല്ലേ ഇപ്പോ, അപ്പൊ ചിലപ്പോ ഇനി പറയാൻ പറ്റത്തില്ല. MV ജയരാജൻ, അത് നമുക്കറിയേണ്ട കാര്യമില്ല, അവിടെ എന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷെ രാജ്ഭവൻ ഉണ്ണിത്താൻ കാസർഗോഡ്, MV ബാലകൃഷ്ണൻ കാസർഗോഡ്, രാജ്മോഹൻ ഉണ്ണിത്താൻ. NK പ്രേമചന്ദ്രൻ കൊല്ലം, G കൃഷ്ണകുമാർ, മുകേഷ്. അതിന് മുകേഷ്, കൊല്ലം മുകേഷ്. കോട്ടയത്തിന് തുഷാർ വെള്ളാപ്പള്ളിയുടെ പേര് മാത്രമേ കാണുന്നുള്ളൂ. അവിടെ VN വാസവനോ ഉണ്ടല്ലോ. അവിടെ അങ്ങനെ. ഇതെന്ത് ഈ പേര് ലിസ്റ്റിൽ ഇത് മാത്രമേ കാണിക്കുന്നത്? തെറ്റിപ്പോയതായിരിക്കും. കോഴിക്കോട് എളമരം കറിയും, MK രാഘവൻ. എളമരം കറിയും, ഇളമരം കരിയും. കോഴിക്കോട്. മലപ്പുറം ET മുഹമ്മദ് ബഷീർ, VA വസീഫ്. IUML പിടിക്കുമല്ലോ അത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ET മുഹമ്മദ് ബഷീർ. അതങ്ങനെയാ, കണ്ടാലറിയാം. പിന്നെ മലപ്പുറം അല്ലേ? അത് തന്നെ മലപ്പുറം. മാവേലിക്കര CA അരുൺകുമാർ, മാവേലിക്കര കൊടിക്കുന്നേൽ സുരേഷ് അല്ലേ? ശരിയല്ലേ? കൊടിക്കുന്നേൽ സുരേഷിനല്ലേ എല്ലാവർക്കും അറിയാം? അതെ, ഇതൊക്കെ ഒരു ബ്രാൻഡ് നെയിമാ അല്ലേ? അതുപോലെ തന്നെ പാലക്കാട് A വിജയരാഘവൻ, VK ശ്രീകണ്ഠൻ, കൃഷ്ണകുമാർ. A വിജയരാഘവൻ പാലക്കാട്. അങ്ങനെ ചാൻസ് ഉണ്ട്. നോക്കാം. പ്രവചനമൊന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നത്. ഇനി പ്രവചിച്ചവന്മാരും നമ്മൾ എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ പറയും. ചുമ്മാ നോക്കിയൊക്കെ പറയും ഓരോന്ന്. ഞാൻ മറ്റേ ജ്യോതിഷന്റെ വേഷമൊക്കെ കിട്ടി വന്നിരുന്നാൽ ചിലപ്പോൾ കുറെ ജ്യോതിഷ വിശ്വാസികൾ വിശ്വസിച്ചേ. അപ്പോ CPIM എവിടെയാ? പത്തനംതിട്ട തോമസ് ഐസക്ക്, ആന്റോ ആന്റണി. അതിനകത്ത് ചെറിയ സംശയമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആന്റോ ആന്റണിയാണ്. തോമസ് ഐസക്ക് വന്ന് നിന്ന് ജയിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പിന്നെ പറയാൻ പറ്റത്തില്ല. ആന്റോ ആന്റണി ആളുകൾക്കൊക്കെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള വല്ല പരാതി ഉണ്ടെങ്കിൽ തോമസ് ഐസക്ക് സാധ്യതയുണ്ട്. തോമസ് ഐസക്കിനാണ് സാധ്യത. പത്തനംതിട്ട. ഇത് പൊന്നാനിയുടെ MP അബ്ദുൾ സമദാനി. അതും IUML. സമദാനി പൊന്നാനി സമദാനി. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? പന്ന്യൻ രവീന്ദ്രൻ, ശശി തരൂർ. പന്ന്യൻ നല്ലൊരു മനുഷ്യനൊക്കെയാ, പക്ഷെ എന്തോ സാധ്യത കുറവാണ്. അഥവാ ശശി തരൂർ അവിടെ നിന്ന് തോറ്റാൽ ശശി തരൂരിന് മേലാൽ കേരളത്തിലോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല. തൃശ്ശൂര് K മുരളീധരൻ. അതെ, സുരേഷ് ഗോപി. അയ്യോ പാവുണ്ട്. VS സുനിൽകുമാർ. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ മുരളീധരൻ, VS സുനിൽകുമാർ. സുരേഷ് ഗോപി ഉള്ളതുകൊണ്ട് VS സുനിൽകുമാറെ ജയിക്കത്തുള്ളൂ. ശൈലജ ടീച്ചറിന് പിന്നെ പറയണ്ട. ഞങ്ങളങ്ങനെ എതിരാളികളെ നേരിട്ട് ആ ഒരു പോരാട്ടത്തിന് ജനസമിതിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശൈലജ ടീച്ചറിനോട് മത്സരിച്ച് തോക്കാൻ ആർക്കാണ് ഭാഗ്യം? ഷാഫി പറമ്പിൽ. വയനാട്
വയനാട് ആനിരാജൻ, രാഹുൽ ഗാന്ധി, കെ സുരേന്ദ്രൻ. വയനാട് കെ സുരേന്ദ്രൻ ജയിക്കും. അവിടെയുള്ള ഷാപ്പുകളിലൊക്കെ ഇനി സ്പെഷ്യൽ ഉള്ളിക്കറി വിത്ത് കള്ള്, അതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ സ്പെഷ്യൽ ഉള്ളിക്കറി കിട്ടും. സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണല്ലോ. അയാൾ കോടീശ്വരനല്ലേ. ഇവിടെ കുറെ എണ്ണം പിന്നെ നടക്കുക. അയ്യോ, അത്രയൊക്കെ ഉള്ളു. അതിനാണ് ഇതിനൊക്കെ കിടന്ന് എന്തൊക്കെ ഇവിടെ ആൾക്കാർ കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ശരി, എന്നാ ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് കാണാം. നിനക്ക് പോകാൻ അനുവാദം ഇല്ല, നിനക്ക് വോട്ട് ചെയ്യാൻ അനുവാദം ഇല്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ മനയിൽ വന്നൊരു അതിഥി, കൊടുക്കവനൊരു അൽഫാം.